അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദീർഘകാലമായ ശത്രുതയും വാക്പോരുകളും പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറുമ്പോൾ അത് കേവലം രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി തർക്കമായി ഒതുങ്ങില്ലെന്നും പശ്ചിമേഷ്യയെ ഒന്നാകെ വിഴുങ്ങുന്ന ബഹുരാഷ്ട്ര യുദ്ധത്തിലേക്ക് പടരുമെന്നുമുള്ള ഭീതിയിലാണ് ലോകം. ഇതുവരെ മുന്നറിയിപ്പുകളിലും നയതന്ത്ര ഭീഷണികളിലും ഒതുങ്ങിയിരുന്ന ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും നിർണായകമായ സൈനിക താവളങ്ങളിലേക്ക് നേരിട്ടെത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈറ്റിലെയും ഖത്തറിലെയും US കേദാരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തോടെ ഗൾഫ് മേഖലയിലെ സമാധാനപരമായ അന്തരീക്ഷവും സുരക്ഷാ കണക്കുകൂട്ടലുകളും ഒറ്റ രാത്രി കൊണ്ട് തകിടം മറിയുകയാണ്. ഈ നീക്കം ഒരു സാധാരണ സൈനിക തിരിച്ചടിയാണോ അതോ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനികാധിപത്യത്തെ വേരോടെ പിഴുതെറിയാനുള്ള വലിയൊരു തന്ത്രത്തിന്റെ തുടക്കമാണോ എന്ന നിർണായകമായ ചോദ്യമാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ഉന്നയിക്കുന്നത്. ഇറാനിയൻ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന പേരിൽ അവർ നടത്തിവരുന്ന പ്രതികാര സൈനിക നടപടികളുടെ 25ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ ഡ്രോൺ ആക്രമണങ്ങൾ അരങ്ങേറിയത്. അത്യന്തം ശേഷിയുള്ള അറസ്റ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് കുവൈറ്റിലെ ക്യാമ്പ് ഉദൈരയിലുള്ള അമേരിക്കൻ സൈനിക ഉപകരണങ്ങളും വെയർഹൌസുകളും അരിഫ്ജാൻ ക്യാമ്പിലെ തന്ത്രപ്രധാനമായ US കേന്ദ്രങ്ങളും ഇറാന്റെ ആക്രമണത്തിനിരയായെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ ഖത്തറിലെ ദോഹ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ താവളങ്ങളും ഇതേ ആക്രമണ പരമ്പരയിൽ ലക്ഷ്യമിട്ടതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ ആധിപത്യ ശക്തികൾ നടത്തുന്ന തുടർച്ചയായ കടന്നുകയറ്റങ്ങൾക്കും ആക്രമണങ്ങൾക്കും മറുപടിയായാണ് ഈ നടപടിയെന്നും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും സൈനിക നീക്കങ്ങൾ തുടർന്നാൽ അതിലും ശക്തമായ തിരിച്ചടികൾ വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരുമെന്നും ഇറാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇത് കേവലം ഒരു താവളത്തിൽ നടത്തിയ ചെറിയൊരു ഡ്രോൺ വിക്ഷേപണം എന്നതിലുപരി മേഖലയിലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന അതിരൂക്ഷമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ സുരക്ഷിത താവളം ഒരുക്കി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു പോന്ന അമേരിക്കൻ നയത്തിന് മേൽ പതിച്ച വലിയൊരു ആഘാതമാണിത്. ഈ നീക്കത്തിന് ശേഷം അമേരിക്കയുടെ മറുപടി എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിൽ ലോക സമാധാനത്തിന്റെ ഗതി നിർണയിക്കപ്പെടുക. ഗൾഫ് മേഖലയിലുള്ള മറ്റ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇറാന്റെ പ്രതികാര നടപടികൾ വ്യാപിപ്പിക്കുമോ എന്ന ഭീതി അയൽ രാജ്യങ്ങളെയും ആകുലപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ സർവ്വ സൈന്യാധിപത്യം ഉപയോഗിച്ച് തിരിച്ചടിച്ചാൽ അത് ഇറാനിൽ മാത്രം ഒതുങ്ങാതെ ലബനൻ, യമൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ സഖ്യസേനകളെയും പങ്കാളികളെയും ഒന്നാകെ യുദ്ധഭൂമിയിലേക്ക് വലിച്ചിഴക്കും. തൽഫലമായി പശ്ചിമേഷ്യൻ അതിർത്തികൾ കടന്ന് വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ആഗോള യുദ്ധമായി ഇത് മാറിയേക്കാം. കുവൈറ്റിലും ഖത്തറിലും ഉണ്ടായതായി ഇറാൻ അവകാശപ്പെടുന്ന ഈ ആക്രമണ പരമ്പരകൾ വെറും ഒരു പ്രതിരോധ വാർത്തയല്ല, മറിച്ച് ആഗോള സാമ്പത്തിക മേഖലയെയും ഊർജ്ജ വിപണിയെയും ആകെ തകിടം മറിക്കാൻ പോകുന്ന ലോകരാഷ്ട്രീയത്തിന്റെ നിർണായക അധ്യായമാണ്. എണ്ണ കയറ്റുമതിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പാതകളിൽ അനിശ്ചിതത്വം പടരുന്നത് ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴി തുറക്കും. എന്നാൽ ഈ കറുത്ത മേഘങ്ങൾക്കിടയിലും ആഗോള സമൂഹം വലിയൊരു ദുരന്തം ഒഴിവാക്കാനായി സംയമനത്തിന്റെയും നയതന്ത്ര ചർച്ചകളുടെയും സാധ്യതകൾ ആരായുന്നുണ്ട്. യുദ്ധത്തിന്റെ ഭീകരതയും അത് സൃഷ്ടിക്കുന്ന മാനവിക പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ് ഇരുപക്ഷവും വിദ്വേഷത്തിന്റെ വാളുകൾ താഴെ വെച്ച് ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് മടങ്ങുമെന്ന ചെറിയൊരു പ്രതീക്ഷ ലോകരാജ്യങ്ങൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്.